ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അത്ര വലിയ ഗുഡ് മോർണിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് എന്തോ പറ്റി ഗൈസ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മോന്ത് എന്തോ കടത്തിൽ കുത്തിയതുപോലെ ഇരിപ്പുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ മൂഡ് എന്തായാലും നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ റൊട്ടീൻ പരിപാടികളൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. പാറക്കുട്ടിക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും എടുത്ത് നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കപ്പലണ്ടി, ഒരു 2 പിടി കപ്പലണ്ടി എടുത്ത് ഒന്ന് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് കപ്പലണ്ടി ഇത്രയും കൂടി ഇട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹാഫ് കുക്കാക്കി എടുക്കണം. പകുതി ഒന്ന് നന്നായിട്ട് വേവണം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അറിയാമല്ലോ, വേകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇന്നലെ തന്നെ ഞാൻ ചവ്വരി നന്നായിട്ട് കഴുകി അത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല വലിയ ബോൾസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇല്ലേ, ആ കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കപ്പലണ്ടി എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് നാരങ്ങ നീരും നാരങ്ങ നീരെന്ന് പറയുമ്പോൾ ഒരു നാരങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയില, ടേസ്റ്റിനും മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കിസ്മിസും കപ്പലണ്ടി അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഫ്രൂട്ട്സ് വെറുതെ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോംഗ്രാനൈറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചവ്വരി ഉപ്പുമാവെന്നോ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, ഉപ്പുമാവ് പോലെയാണ് ഏകദേശം. അപ്പോൾ അതേ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട പേരാണ് ഗൈസ് ഉപ്പുമാവെന്ന്, ഇതിൻ്റെ പേര് വേറെ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ പാറക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ റെസിപ്പിയാണ്. ഞാനും ഇന്ന് ലഞ്ചിന് ഇത് തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.